ഇന്ന് 1-ാം തീയതിയാണെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ഒന്നും ആലോചിച്ചില്ല, നേരെ അടിച്ചു വാരി കുളിച്ച് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ നിന്ന് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അങ്ങനെയാണ് നമ്മുടെ പാലട പായസത്തിൻ്റെ പാക്കറ്റ് കണ്ടതിട്ടാ. എന്നാൽ ഇന്നൊന്ന് പാലട പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കാൻ അറിഞ്ഞില്ലെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് പാക്കറ്റ് ആയാലും മറ്റേ പായസം ആയാലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ. അമ്പലത്തിൽ പോയത് 9 മണി കഴിഞ്ഞിട്ടാണ്. കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട അമ്പലത്തിൽ പോകാൻ. അതുകൊണ്ട് തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ കുറച്ച് ഫ്രൈഡ് റൈസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ചൂടാക്കി. പിന്നെ നമ്മുടെ പാലട പായസം ഇപ്പുറത്ത് ആവുന്നുണ്ട് കേട്ടോ. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കഴിക്കുന്നത്. അങ്ങനെ കഴിക്കാൻ പാടില്ല, പക്ഷേ വിശന്നാ അപ്പം എന്താ ചെയ്യുക, ഉള്ളത് കഴിക്കന്നെ. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ സഹസ്രനാമം സ്വോത്രമൊക്കെ വെച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ കുറച്ച് നാളായിട്ട് വൈകിട്ട് ഇങ്ങനെ സ്വോത്രം വെക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു കുറച്ചും കൂടെ ശബ്ദത്തിൽ വെച്ച നല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ മൈജിയിലേക്കാണ് പോയത്. അവിടെ ഞങ്ങൾ ചെറിയ സ്പീക്കറൊക്കെ നോക്കിയപ്പോൾ 6500 സ്റ്റാർട്ടിംഗ് ഉണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലിരിക്കുന്നതിൻ്റെ സ്പീക്കറിൻ്റെ അത്ര പോലും സൗണ്ട് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു മൂമെന്റിലാണ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ടുവന്നത്. അത് വെച്ചു. അമ്മയ്ക്ക് അത് ഇഷ്ടമായി. അമ്മ പറഞ്ഞത് വാങ്ങാണ്ടാന്ന് പറഞ്ഞു. 15000ന്റെ സാധനമാണ്, ഓഫറിൽ 13,500 തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് മുന്നേ പർച്ചേസ് ചെയ്ത കാരണം കുറച്ച് കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കയ്യിൽ ഈ സംഭവം കിട്ടിയത് കേട്ടോ. നേരെ വീട്ടിൽ കൊണ്ടുവരാണ്. കുഞ്ഞിനെ അറിയിച്ചിട്ടില്ല അത് ഞങ്ങൾ മേടിച്ചു. അത് ഇത്രയും വിലയുടെ സാധനം ഞങ്ങൾ ഒരു 5000ന്റെ ഉള്ളിൽ ബഡ്ജറ്റിൽ വാങ്ങാമെന്നാണ് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് മൈജിക്കും പിന്നെ കുറേ കടകൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. 5-6 കടയിൽ കയറിയിട്ടാണ് ലാസ്റ്റ് നമുക്ക് മൈജി പോയാൽ മതിയിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ ഇറങ്ങിയത്. കാരണം മൈജി പോയാൽ എന്തായാലും നമ്മൾ എടുക്കുമെന്ന് അറിയാം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അതിന് മുമ്പ് നമുക്ക് വേറെ കടയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ കമ്പയർ ചെയ്തിട്ട് എടുക്കാമല്ലോ. ഞങ്ങൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞ് എന്ത് പറയുന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറയാമോ? മൈക്കൊക്കെ കിട്ടാ, പാട്ടൊക്കെ പാടാം. മൈക്ക് 15,000 സാധനം. Bluetooth mode. ഇവിടെ കുറച്ചൊന്നും മറ്റേ നമുക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിയോണ്ട് ഞങ്ങൾ സ്പീക്കർ ഇത്രയും വലുത് വാങ്ങണമെന്ന് വിചാരിച്ചില്ല, ഞങ്ങളും വിചാരിച്ചില്ല, കുഞ്ഞ് വിചാരിച്ചില്ല. അങ്ങനെ ദാ ഇതിൻ്റെ ഒപ്പം ഒരു മൈക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ മൈക്ക് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ലിറിക്സ് വെച്ചിട്ട് നമുക്ക് തന്നെ മൈക്ക് കണ്ടപ്പോൾ തൊട്ട് ഇതിൽ പാട്ട് പാടാൻ ലിറിക്സ് വെച്ചിട്ട് അവർ രണ്ടാളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി. അപ്പോൾ മൈക്കിന് കുറച്ച് വോളിയം കുറവായിരുന്നു. അപ്പോൾ നമ്മൾ മുകളിൽ അത് സെറ്റ് ചെയ്യണം, കുറച്ച് വോളിയം കൂട്ടണം, ലിറിക്സിൻ്റെ സൗണ്ട് കുറച്ച് കുറയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താ ഒരു വട്ടം തിരിഞ്ഞ് ആയി വന്നത് നൈറ്റ് പാട്ട് പാടിയപ്പോഴാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് പഠിച്ചു വന്നത് കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ പാട്ട് പാടി അവിടെ പിന്നെ ഞങ്ങളുടെ ഓരോ പരിപാടികളും പിന്നെ ഇവർ പാട്ട് പാടി നോക്കി നിൽക്കലായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത്. എനിക്ക് പാടാനൊക്കെ അറിയും, പക്ഷേ എൻ്റെ വരി എവിടെയെങ്കിലും ഞാൻ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അത് കാരണം ഞാൻ ആ ശ്രമത്തിൽ നിന്നില്ല. അപ്പോൾ അവർ പാടുന്നതിൻ്റെ താളത്തിൽ നിന്നുട്ടാ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകാറുള്ള ഒരു ചായക്കടയിലേക്ക് പോയി. കാരണം ഞങ്ങൾ എപ്പോഴെങ്കിലും ചായക്ക് കുടിക്കാൻ തോന്നുമ്പോൾ ഇവിടെ പോയിട്ട് ചായ കുടിക്കാറുണ്ട്. അമ്മ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഞാൻ അധികം ദൂരം പോയിട്ട് പിന്നെ ഓടിച്ച് വയ്യാണ്ടായവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ അടുത്ത ചായക്കടയിൽ പോയി. പിന്നെ പാടത്തിരുന്ന് കഴിക്കാം, പിന്നെ അവിടെ പാർക്ക് എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീട്ടിലേക്ക് പോകും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നടന്നത്. അപ്പം എന്താ പറയുക, ഇവിടെ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാണെങ്കിൽ ഭയങ്കര ഗംഭീര പാട്ടിലാണ്, നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുന്നില്ല. കാരണം ആ ചേട്ടൻ പൊക്കോട്ടെ. പക്ഷെ ആ ചേട്ടനാണെങ്കിൽ ഈ തമിഴ് സോങ് കേട്ടിരിക്കാൻ നല്ല രസമുള്ളതുകൊണ്ട് അത് അങ്ങനെയും ഇണ്ടാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എടുത്തതൊക്കെ ഉണ്ടായിരുന്നു വീഡിയോയിൽ. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് നോക്കിയപ്പോൾ അതിനെ കാണാനില്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറേ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ചേട്ടൻ വന്നിരിക്കുന്നതും പാട്ട് കേൾക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പം നല്ല രസമുണ്ട് പാട്ട് കേൾക്കാനായിട്ട്. ഇവിടെ പാട്ട് പാടും കേട്ടോ അവള് നന്നായിട്ട്, ഉള്ള സൗണ്ടൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാന്നല്ലാണ്ട് ഞാൻ എവിടെ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൽപ്പിച്ചു കൂട്ടിയിട്ട് എല്ലാ വീഡിയോ എടുത്ത് ഇടണം, അല്ലെങ്കിൽ എല്ലാ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഗാലറി ഒക്കെ നിറഞ്ഞു വരികയാണ്, ഇതൊന്നും ഡിലീറ്റ് ചെയ്യാനും തോന്നുന്നില്ല. അപ്പോൾ ഇത്ര